والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. صدق وبلغ على رسوله النبي الكريم. نحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. സർവാധരണീയരായ സയ്യിദ് അവറുകൾ, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, കാരണവന്മാർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ, ഒരു പ്രദേശത്തെ, ഒരു നാട്ടിലെ പരിസരങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ആവേശവും ആഹ്ലാദവും അലതല്ലുന്ന പ്രൗഢമായ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മദ്രസയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം ഏതാനും സമയങ്ങൾക്ക് ശേഷം അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ സാരഥി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നിർവഹിക്കുവാൻ പോവുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആനുകാലിക ലോകത്ത് മുസ്ലിം സമുദായം വളരെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്കാണ് പേരോട് ഉസ്താദ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ഇന്ത്യ രാജ്യത്തെ മാത്രമല്ല, ലോകത്ത് മുസ്ലിമീങ്ങൾ വളരെ കൂടുതൽ ഉള്ള മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെക്കാളും മതബോധവും ആദർശ പ്രതിബദ്ധതയും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന അഭിമാനകരമായൊരു സാഹചര്യമുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത്, കൊച്ചു സ്റ്റേറ്റിലെ മുസ്ലിമീങ്ങൾ വളരെ അഭിമാനത്തോടുകൂടെ, അന്തസ്സോടുകൂടെ, സമുദായം വളരെ അഭിമാനകരമായ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളിലെയും ഇതര രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾക്ക് ലഭിക്കാത്ത ഈ അഭിമാനകരമായ വളർച്ചയും പുരോഗതിയും ലഭിച്ചതിന്റെ പിന്നിൽ ധാരാളം ഘടകങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അടിസ്ഥാനപരമായ അതിന് കാരണം കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ സമുദായ താൽപ്പര്യമുള്ള ധാരാളം ശ്രേഷ്ഠന്മാരായ മതപണ്ഡിതന്മാരും നേതാക്കളുമുണ്ട് എന്നതാണ്. മറ്റൊരു പ്രധാനമായുള്ള കാരണം കേരളത്തിലെ മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരടക്കമുള്ള ജനവിഭാഗങ്ങൾക്ക് മതത്തെക്കുറിച്ച് വ്യക്തമായ ബോധവും കാഴ്ചപ്പാടുമുണ്ട് എന്നതാണ്. സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് പോലും മതത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ ഉണ്ടാവുവാനും അറിവുള്ള ജീവസുറ്റ സാഹചര്യങ്ങളെ തിരിച്ചറിയുവാൻ പറ്റുന്ന രൂപത്തിലൊരു സമുദായമായി കേരളത്തിലെ മുസ്ലിമീങ്ങളായിത്തീർന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് കേരളത്തിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തിനിടയിൽ വളർന്നുവന്ന മദ്രസ പ്രസ്ഥാനം. വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അഭിമാനകരമായ ഉയർച്ചക്കും അന്തസ്സിനും പ്രതാപത്തിനും പ്രധാനമായുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമത്തിൽ, ഈ പ്രദേശത്ത് വളരെ വിപുലമായ സൗകര്യത്തോടുകൂടെ സന്തോഷമുള്ള
ഭൗതിക കലാലയങ്ങളെപ്പോലും വെല്ലുന്ന സൗന്ദര്യത്തോടെയും സംവിധാനത്തോടെയും ഒരു പുതിയ മദ്രസയുടെ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിവരില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനുവേണ്ടി സഹകരിച്ച ആത്മാർത്ഥമായി ഈ സംരംഭത്തോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുദീർഘമായൊരു പ്രസംഗത്തിന്റെ സമയമല്ല. നാം എല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് മഹാനായ കാന്തപുരം ഉസ്താദിനെയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഏത് കാലത്തും അവർക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നേതൃപരമായ അവരുടെ പങ്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേട്ടങ്ങളുടെയും കാരണം. അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തെ തീർച്ചയായും സമൂഹത്തിന്റെ മുന്നിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്ത പാരമ്പര്യം കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. ജീവിച്ചുപോയ പൂർവ്വകാലത്തെ പണ്ഡിതന്മാരുടെയും ജീവിച്ചിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ദീർഘവീക്ഷണമുള്ള സമുദായ താൽപര്യമുള്ള ഏത് പണ്ഡിതന്മാരെക്കുറിച്ചും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമാണത്. നേരത്തെ പേരോട് ഉസ്താദ് പരാമർശിച്ച ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും അതുപോലെ തന്നെ ഐക്യത്തെയും യോജിപ്പിനെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വളരെ മോശമായ ചില നീക്കങ്ങളെങ്കിലും അറിയാത്തവരും കേൾക്കാത്തവരും കാണാത്തവരും അനുഭവിക്കാത്തവരും ഇല്ലെന്നത് ഒരു സത്യമാണല്ലോ. അതേസമയത്ത് സമുദായത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക എന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യമേറ്റെടുത്ത് ദൗത്യമേറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇത്രയും നേരം പേരോട് ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് മുഴുവനും ഐക്യത്തെക്കുറിച്ചും യോജിപ്പിനെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും അതുപോലെ സമുദായത്തിനും ജനങ്ങൾക്കും സമൂഹത്തിനും നേട്ടമുള്ള കാര്യങ്ങൾ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSF-ഉം കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും തീർച്ചയായും അവരെന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. മഹാനായ AP ഉസ്താദ് താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഉറപ്പാണ്, എതിർക്കുന്നവരും വിമർശിക്കുന്നവരും വിരോധം പ്രകടിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരുമൊക്കെ അംഗീകരിക്കുന്ന, ഹൃദയം കൊണ്ടും അല്ലാതെയും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താണ്? മഹാനായ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിമർശകർ എത്ര വിമർശനങ്ങൾ അഴിച്ചുവിടുമ്പോഴും ആരോപണങ്ങൾ അഴിച്ചുവിടുമ്പോഴും എന്ത് കുപ്രചാരണങ്ങൾ നടത്തുമ്പോഴും ഉസ്താദിനെ കാത്തിരിക്കുന്ന പതിനായിരങ്ങളും ഉസ്താദിന്റെ ഒരു വാക്ക് കേൾക്കുവാൻ വേണ്ടി കാതോർക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളും വളരെ ആത്മാർത്ഥമായി ഉസ്താദിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കേരളത്തിലും കേരളത്തിന്റെ പുറത്തും നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഉസ്താദ് ആദരിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഉസ്താദിന് ജനങ്ങളിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്നത്? അടിസ്ഥാനപരമായ കാരണം മഹാനായ കാന്തപുരം ഉസ്താദും ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനകളും അതുപോലെ തന്നോടൊപ്പമുള്ള ആലിമീങ്ങളും പണ്ഡിതന്മാരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമുദായത്തിന്, ഒരു ജനതയ്ക്ക്
ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് നട്ടെല്ലോടുകൂടെ നെഞ്ചിവിരിച്ച് അഭിമാനത്തോടെ ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കുവാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് ഈ സമുദായത്തിന് നേടിക്കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്തയും സുന്നി യുവജന സംഘവും അതുപോലെ SSF-ഉം അതുപോലെ നമ്മുടെ മദ്രസ പ്രസ്ഥാനവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദീകരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ. ഒരു മദ്രസ ഒരു നാട്ടിൽ ഉണ്ടാകുമ്പോൾ, ഒരു മദ്രസ ഒരു നാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അറിവ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പകർന്നു കൊടുക്കുന്ന അൽ-ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇൽമ് ഈ സമുദായത്തിന്റെ ജീവനാണ്. സമുദായത്തിന്റെ ജീവനാണെന്ന് പറഞ്ഞാൽ ജീവസുറ്റ ഒരു സമുദായം ലോകത്തുണ്ടാവണമെങ്കിൽ സജീവമായി ഇസ്ലാമിന്റെ പാരമ്പര്യവും സംസ്കാരവും ആദർശവും അതിന്റെ പൈതൃകവും അതിന്റെ സൗന്ദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം ഒരു ലോകത്തൊരു സമൂഹത്തിലുണ്ടാവണമെങ്കിൽ അറിവുള്ളവർ ഈ രാജ്യത്ത് അറിവുള്ളവർ മുസ്ലിമീങ്ങളിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അറിവ് നഷ്ടപ്പെട്ട, അറിവില്ലാത്ത, മതത്തെക്കുറിച്ച് ബോധമില്ലാത്ത, എത്ര സമ്പത്തുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും ഭൗതികമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ജീവസുറ്റൊരു സമുദായമായി അവർക്ക് ലോകത്ത് ജീവിക്കുവാനും മുന്നേറുവാനും സാധ്യമല്ലെന്നത് ചരിത്രത്തിൽ നിന്നും പുതിയ കാലഘട്ടത്തിലെ അനേകം പ്രദേശങ്ങളിലെ മുസ്ലിം സമുദായത്തിന്റെ ദയനീയമായ സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് മദ്രസകൾ വിപുലപ്പെടുത്തുകയും ഒരു നാടിന്റെ പുതിയ തലമുറയെ സംസ്കരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ പേരിലാണ് മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, ഈ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ ഈ സമുദായത്തിന് ഉയർച്ചയിലേക്ക് എത്ര വലിയ ഔന്നത്യത്തിലേക്കും ചെല്ലാൻ അല്ലെങ്കിൽ വളരാനും ഉയരാനും അവർക്ക് ധൈര്യവും പ്രചോദനവും ആവേശവും നൽകുന്ന ആയുധം അതെന്താണ്? അറിവാണ്. അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് നൽകുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം സമൂഹത്തിന് നൽകുക എന്ന ദൗത്യവുമായിട്ടാണ് കഴിഞ്ഞ തന്റെ ഇത്രയും കാലത്ത് 70 വർഷക്കാലം മഹാനായ ആദരണീയനായ കാന്തപുരം ഉസ്താദ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞു 10,000-ഓളം സക്കാഫിമാർ, 10,000-ഓളം സക്കാഫി വിരുദ്ധമുള്ള പണ്ഡിതന്മാരെ ലോകത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ 10,000-ത്തിലേറെ വരുന്ന ശിഷ്യന്മാരെ ഈ കാലത്തിനിടയിൽ ലോകത്തിന് സമർപ്പിച്ച പണ്ഡിതന്മാരെ അത്യപൂർവം മാത്രമേ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, ദർസ് നടത്തുന്നവരുണ്ട്, വലിയ വലിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുണ്ട്, ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം സക്കാഫിമാരുണ്ട്. സഹോദരന്മാരെ, നാം ചിന്തിക്കേണ്ടത് 10,000-ഓളം ശിഷ്യന്മാരെ ലോകത്തിന് സമർപ്പിക്കുക എന്നത് അപാരമായ റബ്ബിന്റെ തൗഫീക്ക് ലഭിച്ച ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കേവലം സക്കാഫിമാരെ മാത്രം സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടല്ല AP ഉസ്താദ് മുന്നോട്ടു പോകുന്നത്. അത് മർക്കസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയരായ തന്റെ ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റാണ് സക്കാഫിമാർ. ഒരു സമുദായത്തിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ ഗവേഷണം എന്താണ്? ഉസ്താദ് നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഉസ്താദ് നിരന്തരം അന്വേഷിച്ച് നടക്കുന്നത് എന്തിനെ പറ്റിയാണ്? കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളുണ്ടോ എന്നതാണ് ഉസ്താദ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി സ്കൂളുകളില്ലാത്ത ഗ്രാമങ്ങൾ ഇനി എവിടെയെങ്കിലും ഉണ്ടോ? അത് കേരളത്തിൽ മാത്രമല്ല, ആസാമിലും ഗുജറാത്തിലും ഹരിയാനയിലും കാശ്മീരിലും ഇന്ത്യ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലടക്കമുള്ള മുഴുവൻ സ്റ്റേറ്റുകളിലെയും പലവരും കടന്നു വന്നിട്ടില്ലാത്ത, പലവരും കയറി ചെന്നിട്ടില്ലാത്ത, പലവരും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വളരെ ദയനീയമായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതികൂലമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ച് നിലനിൽപ്പിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പോരാടിക്കൊണ്ടിരിക്കുന്ന സമുദായങ്ങളുടെ ദയനീയമായ അവസ്ഥകളെയാണ് ഉസ്താദ് നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ കാലത്തിനിടയിൽ മഹാനായ കാന്തപുരം ഉസ്താദ് 2000-ഓളം പള്ളികൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു, നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. കാന്തപുരം ഉസ്താദിനെ ആളുകൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ചോദിക്കാം. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഏത് സ്ഥലങ്ങളിലെയും ആളുകൾ ആവേശത്തോടുകൂടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഉസ്താദിനെ കുറിച്ച് പറയാൻ ആവേശത്തോടുകൂടെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കാലത്തിനിടയിൽ 2000-ഓളം പള്ളികൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആർക്ക് അവകാശപ്പെടാൻ സാധിക്കും? സഹോദരന്മാരെ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പള്ളികൾ എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗമല്ല, കൊട്ടക്കണക്കല്ല. ഡൽഹിയിലെ ദർബാർ മുതൽ ഇന്ത്യ രാജ്യത്തിന്റെ ഇങ്ങേയറ്റമാകുന്ന കന്യാകുമാരി വരെ, കാശ്മീരിലേക്കും വിവിധ സ്ഥലങ്ങളിലേക്കും നാം ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഉസ്താദിന്റെ ശ്രമഫലമായി സ്ഥാപിക്കപ്പെട്ട ആയിരക്കണക്കിന് പള്ളികൾ നമുക്ക് കാണാൻ കഴിയും. കർണാടക സംസ്ഥാനത്തേക്ക് ചെന്നു നോക്കുക. കർണാടകയിലെ കേരളത്തിൽ കോഴിക്കോട് നഗരത്തിൽ, അതുപോലെ തന്നെ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ട് നിന്ന് മംഗലാപുരത്തേക്കും യാത്ര ചെയ്യുമ്പോൾ ഹൈവേകളിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേകളുടെ ഓരത്തിലും കാന്തപുരം ഉസ്താദിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കപ്പെട്ട എത്രയെത്ര പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, കർണാടകയിലെ മൈസൂരിലേക്കൊന്ന് നിങ്ങൾ ചെന്നു നോക്കുക. മൈസൂരിൽ പലപ്പോഴും നമ്മളൊക്കെ ടൂർ പോവാറുണ്ട്. വൃന്ദാവൻ അല്ലേ? ആ വൃന്ദാവന്റെ പരിസരത്ത് തന്നെ ഒരു 100-200 മീറ്റർ അപ്പുറത്ത് മിനി പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. എന്താ മിനി പാകിസ്ഥാൻ എന്നറിയപ്പെടാൻ കാരണം? ആയിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങളാണ് ശാലകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് കാണാൻ വർഷങ്ങൾക്ക് മുമ്പ് അവസരം കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത്. സമുദായത്തിന് വേണ്ടി എന്തെല്ലാമാണ് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മലിനമായ ചുറ്റുപാടുകളുള്ള, ചെറ്റക്കൂരകളുള്ള, ഓലയും അതുപോലെ പുല്ലും മേഞ്ഞ വീടുകളിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്നത് കൊണ്ടാണ് അവിടെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ ആ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടമെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വളരെ സന്തോഷമുള്ള ശ്രദ്ധേയമായൊരു പള്ളി കാണാൻ സാധിച്ചു. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും മർക്കസിലെ ഓർഫനേജ് ബിൽഡിങ്ങിനെ പോലും വെല്ലുന്ന രൂപത്തില് 3 നില കെട്ടിടമുള്ള ഒരു പബ്ലിക് സ്കൂളും മദ്രസയും കാണാൻ സാധിച്ചു. ആരാണ് സഹോദരന്മാരെ? കന്നഡ സംസാരിക്കുന്ന, ഉറുദു സംസാരിക്കുന്ന മലയാളികൾ അത്രയൊന്നും ഇല്ലാത്ത ആ പ്രദേശത്ത് ആരാണ് ഈ പള്ളി ഉണ്ടാക്കിയതെന്ന് അന്വേഷിച്ചാൽ ആ നാട്ടുകാര് പറയും അത് ഷെയ്ഖ് അബൂബക്കറാണ്, മഹാനായ കാന്തപുരം ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇങ്ങനെ എത്രയെത്ര നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. മഹാനായ ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വിദ്യാഭ്യാസ പ്രവർത്തനം തന്നെയാണ്. കാരണം അറിവില്ലാത്ത, വിവരമില്ലാത്ത, മതബോധമില്ലാത്ത, ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത, ഉയർന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിനും പുതിയ കാലത്ത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. ചൂഷണം ചെയ്യപ്പെടും, അവകാശം നിഷേധിക്കപ്പെടും, അതുപോലെ തന്നെ അവഗണിക്കപ്പെടും, ലോകത്തിന്റെ മുന്നിൽ പരിഹസിക്കപ്പെടും, ലോകത്തിന്റെ മുന്നിൽ നിസ്സാരപ്പെടുത്തപ്പെടും, സമുദായം മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെടും. എപ്പോൾ? അറിവില്ലാത്ത, വിവരമില്ലാത്ത ആളുകളായി മാറുമ്പോൾ. ഇത് പരിഹരിച്ചാൽ മാത്രമേ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്തെ മറ്റ് ജനങ്ങളോടൊപ്പം ഒന്നിച്ച് നിൽക്കുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ ഫലമാണ് മഹാനായ ഉസ്താദിന്റെ ശ്രദ്ധ കേരളം വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിയത്. കാശ്മീർ ഇന്ത്യയിലെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാശ്മീരിന്റെ പ്രത്യേകത എന്താണ് സഹോദരന്മാരെ? 65 ആണ്ട് പിന്നിട്ട സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഇന്നും ഒരു മുറിവ് പോലെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രദേശമാണ് കാശ്മീർ എന്നുള്ളത്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ എല്ലാ കാലത്തും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒരു ചർച്ച നടത്തുമ്പോൾ ചർച്ച വഴിമുട്ടാറ് കാശ്മീരിൽ തട്ടിയിട്ടാണ്. പലപ്പോഴും ഇന്ത്യ രാജ്യവും പാകിസ്ഥാനും പിണങ്ങുന്നത് പോലും കാശ്മീർ എന്ന ആ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് വഴിമുട്ടാറുള്ളത്. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ചില ഇസ്ലാമിക പ്രവർത്തകരെന്ന് പറയുന്ന ആളുകളുമൊക്കെ കാശ്മീരികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കി പലയിടത്തുനിന്നും ഒരുപക്ഷെ പണം പിരിച്ചേക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരുണ്ടാവാം. എന്നാൽ സഹോദരന്മാരെ, കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസം തിരിച്ചറിഞ്ഞ് കാശ്മീരിൽ ചെന്നുകൊണ്ട്
ആ കാശ്മീരിലെ മുസ്ലിം സമുദായം അടക്കമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് കാശ്മീരിന്റെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ കാശ്മീരിലെ മാറി മാറി ഭരിക്കുന്ന ഭരണാധികാരികൾ ആവേശത്തോടെ പറയും, ഗുലാം നബി ആസാദ് പറയും, മുഫ്തി മുഹമ്മദ് സഈദ് പറയും, ഫാറൂഖ് അബ്ദുള്ളയും പറയും. മുഖ്യമന്ത്രിമാരായിരുന്നു അവർ. ഇപ്പോഴത്തെയും മുൻകാലത്തെയും മുഖ്യമന്ത്രിമാരൊക്കെ പറയും, കാശ്മീരിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ദയനീയമായ സാഹചര്യത്തിൽ നിന്ന് ഭാരതീയനായ ഒരു ഇന്ത്യൻ പൗരൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കാശ്മീരിന്റെ പുറത്തുനിന്ന് വന്ന് കാശ്മീരിൽ ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാശ്മീരിലെ 3 മുഖ്യമന്ത്രിമാരെങ്കിലും ആവേശത്തോടെ പറയുന്നുണ്ട്. അതാരാണ്? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, കേരളത്തിലെ മറ്റേതെങ്കിലും മുസ്ലിം നേതാക്കന്മാരല്ല. കാന്തപുരത്തുകാരനായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നി യുവജന സംഘത്തിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുസ്ലിം മതപണ്ഡിത സംഘടനയായ അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയിട്ട് ലോകതലങ്ങളിൽ മുസ്ലിം സമുദായത്തിന് ഉയർത്തിക്കാട്ടാവുന്ന ഏറ്റവും പ്രശസ്തനായ മതപണ്ഡിതൻ, ഏറ്റവും പ്രശസ്തനായ ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിമോചകനെന്ന് തീർച്ചയായും ആർക്കും സംശയമില്ലാതെ പറയാൻ പറ്റുന്ന മഹാനായ കാന്തപുരം ഉസ്താദാണെന്ന് കാശ്മീരിലെ മുഖ്യമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കും പോയി കാണാവുന്ന പരമാർത്ഥമാണത്. കാരണം മർക്കസിൽ കാശ്മീരിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ മർക്കസിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മർക്കസിൽ മാത്രമല്ല, അതേസമയത്ത് കാശ്മീരിലെ ഗവൺമെന്റ് വിട്ടുകൊടുത്ത സ്ഥലങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിരവധി സ്കൂളുകൾ നടക്കുന്നുണ്ട്, നിരവധി പള്ളികളുണ്ട്, നിരവധി കലാലയങ്ങളുണ്ട് എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആത്മാർത്ഥമായി ആ മഹാനായ നേതാവിന് വേണ്ടി ഒരു നേരമെങ്കിലും ദുആ ചെയ്യുക എന്നതല്ലേ ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, ആലോചിക്കുന്ന, സമുദായ താല്പര്യമുള്ള, സമുദായത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ ചെയ്യുക എന്ന് അവസരോചിതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഉസ്താദ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ആസാമിൽ ഒരു പര്യടനം നടത്തി. എന്തിനു വേണ്ടിയാണ് ആസാമിൽ പര്യടനം നടത്തിയത്? കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഗുരുതരമായ വർഗീയ കലാപം നേരിട്ട് 3 ലക്ഷത്തോളം ആസാമിലെ മുസ്ലിമീങ്ങളാണ് ഇന്നും അഭയാർത്ഥികളായി ഭവനരഹിതരായി കഴിയുന്നത്. ആസാമിൽ മുസ്ലിങ്ങളില്ലാഞ്ഞിട്ടല്ല, 1.5 കോടിയോളം മുസ്ലിങ്ങളുണ്ട് ആസാമിൽ. കേരളത്തിലെ മുസ്ലിമീങ്ങളെക്കാളും ഇരട്ടി മുസ്ലിമീങ്ങളുണ്ട് ആസാമിൽ. പക്ഷേ എന്നിട്ടും ആസാമിലെ മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ദുർഗതി വന്നു എന്നത് നമ്മളൊക്കെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ നയിക്കുവാൻ പണ്ഡിതന്മാരില്ല, അവർക്ക് നേതൃത്വം നൽകുവാൻ ആലിമീങ്ങളില്ല. സംഘടിതമായി അവരെ സംഘടിപ്പിച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി സംഘടിക്കുവാനുള്ള സംവിധാനങ്ങളില്ല. മതത്തെക്കുറിച്ച് ബാലപാഠം നൽകുന്ന, പ്രൈമറി വിദ്യാഭ്യാസം നൽകുന്ന മദ്രസകളില്ല. മുസ്ലിമീങ്ങൾക്ക് തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പോലും അവർക്ക് പള്ളികളില്ല. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ നിർവഹിക്കുന്നത് പോലെ കാര്യം നിർവഹിക്കുന്ന പണ്ഡിതന്മാർ ആസാമിലില്ലാത്തതുകൊണ്ടാണ്. ആസാമിൽ 2-3 ദിവസത്തെ പര്യടനം നടത്തിയപ്പോൾ എന്തായിരുന്നു നമുക്ക് പത്രങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞത്? 10,000-കണക്കിന് ആളുകളാണ് ഉസ്താദിന്റെ ഓരോ പ്രോഗ്രാമിലും പങ്കെടുത്തത്. മലയാളിയായ കേരളക്കാരനായ നമ്മുടെ മഹാൻ നടപ്പോ മുഖ്യമന്ത്രി പങ്കെടുത്തു, അവിടുത്തെ ഏകദേശം മന്ത്രിമാരൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തു, അവിടുത്തെ ഭരണാധികാരികൾ ചടങ്ങിൽ പങ്കെടുത്തു. കാരണം എന്തുകൊണ്ട്? ഈ മഹാനായ പണ്ഡിതന്റെ ആസാമിലേക്കുള്ള വരവ് ആ ആസാമിലെ മുസ്ലിം സമുദായം അടക്കമുള്ള ആളുകളുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന ഉസ്താദിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് ഉസ്താദിനെ അവർ സ്വീകരിക്കുകയും ഉസ്താദിനെ പരിഗണിക്കുകയും ചെയ്തത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 ലക്ഷത്തോളം ആളുകൾ വർഗീയ കലാപത്തിന്റെ പേരിൽ ആട്ടിയോടിക്കപ്പെട്ട് അവിടെ ഭവനരഹിതരായി മാറിയപ്പോ സുന്നി യുവജന സംഘവും SSF-ഉം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഒക്കെ പ്രഖ്യാപിച്ച റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടുത്തെ പാവപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുവാനുള്ള സംരംഭത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുവാനും ആ സംരംഭം അവിടെ സജീവമായി നടത്തുവാനുമാണ് ഉസ്താദ് ആസാമിലേക്ക് പോയത്.
ഗുജറാത്തിലും സാക്ഷാൽ ഗുജറാത്തിലും നമ്മൾ മനസ്സിലാക്കണം, ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്, അതിലൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഗുജറാത്ത് ആര് ഭരിക്കുന്നു എന്നതല്ല കാന്തപുരം ഉസ്താദ് നോക്കുന്നത്, കേരളം ആര് ഭരിക്കുന്നു എന്നതല്ല കാന്തപുരം ഉസ്താദ് വീക്ഷിക്കാറുള്ളത്, ഇന്ത്യ ആര് ഭരിക്കുന്നു എന്നതല്ല കാന്തപുരം ഉസ്താദ് വീക്ഷിക്കാറുള്ളത്, കാശ്മീർ ആര് ഭരിക്കുന്നു എന്ന ഉസ്താദിന്റെ കാഴ്ചപ്പാട്. ആര് ഭരിച്ചാലും ഭരണം നന്നാവണമെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ, കാരണം ഭരിക്കുന്നവരും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഭരണം സ്വപ്നം കാണുന്നവരും പരിധി വിട്ട് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അധികാരം ചൂലി ഏറ്റെടുക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹിയിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, ആര് എവിടെ ഭരിച്ചാലും മുസ്ലിം സമുദായത്തിന്, അവഗണിക്കപ്പെടുന്ന ഈ സമുദായത്തിന്, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ സമുദായത്തിന്, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഈ സമുദായത്തിന്, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഈ സമുദായത്തിന്, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന സാധ്യതകളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഈ സമുദായത്തിന്, അവർക്ക് ഉയരാനും വളരാനും അവകാശം നേടിയെടുക്കാനും ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കടന്നു വരാനും ഏറ്റവും വലിയ ഉന്നത ശ്രേണിയിലേക്ക് വരാനും അവർക്ക് സാധിക്കണം. അതിനുവേണ്ടി ആരെയും സമീപിക്കുവാൻ ധൈര്യത്തോടുകൂടെ ഈ രാജ്യത്തെ ഭരണാധികാരികളെ സമീപിക്കുന്നു എന്നതാണ് കാന്തപുരം ഉസ്താദ് എന്ന പണ്ഡിതനെ കേരളത്തിലെ മറ്റെല്ലാ പണ്ഡിതന്മാരിൽ നിന്നും നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദിന് എതിരാളികളുണ്ട്, സ്വാഭാവികമാണ്. നേരത്തെ പേരോട് ഉസ്താദ് പറഞ്ഞല്ലോ, മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വിശുദ്ധരായ ആൾ ഇനി ലോകത്ത് വരാനില്ല. ആ വിശുദ്ധനായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവിക്കെതിരെ പോലും വ്യഭിചാരോപണം ഉന്നയിച്ചത് ആയിഷ ബീവി അപമാനിക്കാനായിരുന്നില്ല, അത് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അപമാനിക്കാനായിരുന്നു, ഹബീബിന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താനായിരുന്നു എന്നതുപോലെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഉസ്താദിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾ മനസ്സിലാക്കുന്നു. ഉസ്താദിനെ സ്നേഹിക്കുന്നവർ ഈ സദസ്സിലിരിക്കുന്ന SSFകാരും SVSകാരും മാത്രമല്ല, ഞങ്ങൾക്കറിയാം പുറത്ത് പ്രകടിപ്പിക്കാത്തവരുണ്ട്, ധൈര്യത്തോടെ പുറത്ത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ മത ചിന്തകൾക്കതീതമായി ഉസ്താദിനെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമായ വലിയൊരു വിഭാഗം ജനങ്ങളാണ് മലയാളികളും കേരളത്തിന്റെ പുറത്തുള്ളവർ. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ കാന്തപുരം ഉസ്താദ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ കേരള യാത്ര. ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധിച്ചിട്ടില്ല. എപ്പോഴായിരുന്നു ആ കേരള യാത്ര നടത്തിയതെന്ന് നമ്മളാരും മറക്കരുത്. ഞങ്ങൾക്ക് വിനീതമായ ഭാഷയിൽ പറയാനുള്ളത്, ഒരു പർവ്വതത്തിനെതിരെ, ഹിമാലയ പർവ്വതത്തിനെതിരെ, ലോകത്താർക്കും തകർക്കാനാവാത്തൊരു ചെങ്കോട്ടയ്ക്കെതിരെ ആരെങ്കിലും ശക്തിയില്ലാത്ത ബലഹീനമായ എതിർപ്പുകളും ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നുവെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം മഹാനായ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്ന ഒരു സമയമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSFും ഉസ്താദിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേരള യാത്ര നടത്തിയത്. ഒരു ഭാഗത്ത് കവലകൾ തോറും, ഗ്രാമങ്ങൾ തോറും, നഗരങ്ങൾ തോറും സ്റ്റേജുകളിൽ മാറി മാറി ഒരു ഭാഗം ആളുകൾ ഉസ്താദിനെ മാത്രം വേട്ടയാടിക്കൊണ്ടിരുന്നു. പ്രസംഗത്തിന്റെ നേച്ചറും പ്രസംഗത്തിന്റെ ആശയവും എന്ത് പ്രസംഗിച്ചാലും പ്രസംഗം മുഴുവനും കാന്തപുരം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ദയനീയമായ അവസ്ഥ. ആ സാഹചര്യത്തിലാണ് മാനവികതയെ ഉണർത്തുന്നു എന്ന വളരെ ശ്രദ്ധേയമായ, ഈ രാജ്യത്തെ ഏത് ജനങ്ങൾക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ആർക്കും തീർച്ചയായും അംഗീകരിക്കാൻ പറ്റുന്ന വളരെ മഹിതമായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചിട്ടും അതിന്റെ അലയൊലി അവസാനിച്ചില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആയിരക്കണക്കിന് വേദികളിൽ, ഓരോ തെരുവോരങ്ങളിലും പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ മതജാതി രാഷ്ട്രീയ ഭേദമന്യേ സ്റ്റേജിൽ മാത്രമല്ല സദസ്സിലും ഓരങ്ങളിലും ഒരു മതപണ്ഡിതനെ കാത്തിരുന്ന കാഴ്ച, കാത്തിരിക്കുന്ന കാഴ്ച, മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ച,
പ്രധാനമന്ത്രിമാർക്ക് പോലും കിട്ടാത്ത രാജകീയമായ സ്വീകരണം കേരളം കൊടുത്തതിന്റെ കാരണം എന്താണ്? മഹാനായ കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്, ഈ രാജ്യത്തെ സമുദായത്തിന് ആവശ്യമുണ്ട്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് ആവശ്യമുണ്ട്. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉസ്താദ് ഈ കാലത്തിനിടയിൽ ചെയ്തിട്ടുള്ളൂ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് മഹാനായ കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? കേരളത്തിൽ ഇടക്കാലത്ത് കയറി വന്ന ഒരു സാഹചര്യത്തെ ഉസ്താദ് മാറ്റിമറിച്ചു എന്നതാണ്. പഴയ കാലങ്ങളിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉള്ള ഒരു കാലമുണ്ടായിരുന്നു, ഉമർ ഖാലിയുള്ള ഒരു കാലമുണ്ടായിരുന്നു, മമ്പുറം തങ്ങളുള്ള ഒരു കാലമുണ്ടായിരുന്നു, അതുപോലെ ആലി മുസ്ലിയാറുള്ള കാലമുണ്ടായിരുന്നു. അങ്ങനത്തെ സർവാധരണീയരായ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തൂലികയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആത്മീയ സദസ്സുകളിലൂടെയും ലോകസഞ്ചാരത്തിലൂടെയും രചനകളിലൂടെയും കവിതകളിലൂടെയും കാവ്യങ്ങളിലൂടെയും മൗലിദ് രചനകളിലൂടെയുമൊക്കെ ദിശാബോധം നൽകിയ മഹാരഥന്മാരായ ആ പൂർവകാലത്തെ പണ്ഡിതന്മാരുടെ കാലം എന്തായിരുന്നെന്നറിയോ സഹോദര? പണ്ഡിതന്മാരെ മാനിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാരെ മാനിക്കുന്ന ഭരണാധികാരികൾ, പണ്ഡിതന്മാരെ മാനിക്കുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ മാനിക്കാതെ സാമൂതിരിക്ക് ഭരിക്കാൻ സാധിച്ചിരുന്നില്ല. ആലി മുസ്ലിയാർ പരിഗണിക്കാതെ ഈ നാട്ടുരാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നില്ല. മഹാനായ ഖാലി മുഹമ്മദ് റഹിമഹുള്ളയെ മാനിക്കാതെ സാമൂതിരിക്കോ മറ്റു രാജാക്കന്മാരോ നാട്ടുരാജാക്കന്മാരോ ഭരിച്ചിരുന്നില്ല. അഥവാ പണ്ഡിതന്മാർ എടുക്കാത്ത നാണയങ്ങളായിരുന്നില്ല. പണ്ഡിതന്മാർക്ക് അംഗീകാരമുണ്ടായിരുന്നു, അവരാദരിക്കപ്പെട്ടിരുന്നു, അവരുടെ വാക്കിന് വിലയുണ്ടായിരുന്നു. ഭരണവും അധികാരവും സ്ഥാനമാനങ്ങളും ആര് നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള ധൈര്യവും ആർജവവും പണ്ഡിതന്മാർക്കുണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പണ്ഡിതന്മാർക്കത് നഷ്ടപ്പെടുന്ന ഒരു കാലം വന്നോ എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. ഒരു പഞ്ചായത്ത് ഓഫീസിലെ മെമ്പർ പോലും ഒരു മതപണ്ഡിതനക്ക് കാണാൻ പറ്റാത്ത ഒരു 40 കൊല്ലം മുമ്പുള്ള അവസ്ഥ ഈ നാട്ടിലെ കാരണവന്മാർക്കറിയാം, അല്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ഒരു പണ്ഡിതനക്ക് കയറി ചെല്ലാൻ കാലം കഴിഞ്ഞു പോയി. കേരളത്തിൽ ഒരു 30 കൊല്ലം മുമ്പ്, ഒരു 35 കൊല്ലം മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പ് ഒരു MLA കാണാന്ന് പറഞ്ഞാൽ അതൊരു മഹാ അത്ഭുതമായിരുന്ന കാലം. ആര്? ഒരു മൊയ്ലിയാർ ഒരു MLAയുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മഹാ അത്ഭുതമുള്ള ഒരു കാലം കഴിഞ്ഞു പോയി. എന്തൊക്കെ ചെറുപ്പകാലത്തിൽ അങ്ങനെ തന്നെയാ, എന്തൊക്കെ കുട്ടിക്കാലത്തുള്ള അവസ്ഥ എങ്ങനെയാണ്, പിന്നെ അതിനപ്പുറത്തേക്കാണ് ചിന്തിച്ച് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ ഒരു മന്ത്രിയെ, മുഖ്യമന്ത്രിയെയല്ല, ഒരു മന്ത്രിയെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ഒരു ആലിം, ഒരു പണ്ഡിതൻ ഒന്ന് കാണാൻ ചെല്ലാന്ന് പറഞ്ഞാൽ എത്ര ആളുകളുടെ കാൽക്കൽ പോയി വീഴേണ്ടിയിരുന്നു, എത്ര ആളുകളുടെ മുന്നിൽ ഓക്കാനിച്ചു നിൽക്കേണ്ടിയിരുന്നു. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയില്ലേ? സുന്നി പണ്ഡിതന്മാര്, പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരാരെങ്കിലും മുഖ്യമന്ത്രിയൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമായി എണ്ണപ്പെടുന്ന ഒരു കാലം 25-30 വർഷം മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട് കേരളത്തില്. ആർക്കും നിഷേധിക്കാൻ പറ്റൂല സഹോദരന്മാരെ. പ്രധാനമന്ത്രിയൊന്നും കാണൂല, പ്രധാനമന്ത്രിയൊന്നും കാണാൻ പറ്റൂല, അത് ആലോചിക്കാൻ പോലും പറ്റൂല, അത് സ്വപ്നം പോലും കാണാൻ പറ്റൂല. ഇനി നമ്മൾ മഹാനായ കാന്തപുരം ഉസ്താദ് സാധാരണ ഒരു പള്ളിയിലെ മുദരിസായി, മർക്കസിലെ വൈസ് ചാൻസലറായി, സമസ്തയുടെ സെക്രട്ടറിയായി, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി, ലോക പണ്ഡിതന്മാരിൽ എണ്ണപ്പെട്ട നേതാവായി അങ്ങനെ വളർന്നു 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 മുന്നേറിയപ്പോൾ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റമെന്താണ്? MLA-മാര്, മന്ത്രിമാര്, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മർക്കസിന്റെ കോഴിക്കോട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, മർക്കസ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വരും 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 വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് മടുത്തിട്ട് ഈജിപ്തിലെ ഒരു അംബാസിഡർ അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം മർക്കസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് സങ്കല്പിക്കാൻ പറ്റുമോ സഹോദരന്മാരെ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, കാശ്മീരിന്റെ മുഖ്യമന്ത്രി മർക്കസ് എത്ര വട്ടം സന്ദർശിച്ചു? ഏതെല്ലാം മുഖ്യമന്ത്രിമാര്, പ്രധാനമന്ത്രിമാര്, ഈ രാജ്യം ഭരിക്കുന്ന, ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെയും ഭരണാധികാരികളുടെയും മുന്നിലേക്ക് അഭിമാനത്തോടെ ഞാൻ ഈ സമുദായത്തിന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ട്
കയറി ചെല്ലാൻ കക്ഷി രാഷ്ട്രീയമില്ലാതെ മതപണ്ഡിതൻ എന്ന പേരിൽ സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ ജീവിച്ച തെളിവായി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഉസ്താദി സമുദായത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടോ? അവർ തൗഫീഖില്ലാത്ത ആളുകളാണെന്ന് അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ. നല്ലത് പറയാൻ തൗഫീഖില്ലാത്ത, നല്ലത് എഴുതാൻ തൗഫീഖില്ലാത്ത, നല്ലത് പ്രസംഗിക്കാൻ തൗഫീഖില്ലാത്ത, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ തൗഫീഖില്ലാത്ത, നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ തൗഫീഖില്ലാത്ത ഒരു വിഭാഗം ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തും ഏത് സമൂഹത്തിലും ഏത് സമുദായത്തിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലും ചില ആളുകളുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സഹോദരന്മാരെ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഏത് സമൂഹത്തിന്റെ മുന്നിലേക്കും അഭിമാനത്തോടെ കയറിച്ചെല്ലാനുള്ള ധൈര്യവും ആവേശവും അതുപോലെ തന്നെ ഉത്തേജനവും കരുത്തുമുണ്ടാക്കി കൊടുക്കുന്നതിൽ ഉസ്താദിന്റെ വളരെ ശക്തമായ മുന്നേറ്റവും പ്രവർത്തനവും കാരണമായി എന്നത് നമുക്കാർക്കും നിഷേധിക്കാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് അവസരോചിതമായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് നല്ലത്, നമുക്ക് നല്ലത്, സമുദായത്തിന്റെ യോജിപ്പിന് നല്ലത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ രാജ്യത്തെ തന്നെ മുസ്ലിം ധാരാളം ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത മർക്കസും ജാമിയ നൂരിയയും അതുപോലെ നന്ദി ദാറുസ്സലാം അതുപോലെ മറ്റു സ്ഥാപനങ്ങളുമൊക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇപ്പം വരും, ആരും ബുദ്ധിമുട്ടാക്കണ്ട. എല്ലാവരും ഇരിക്കുക സഹോദരന്മാർ. ഇന്ത്യ രാജ്യത്ത് കേരളത്തിലും മതപണ്ഡിതന്മാർ പഴയ കാലങ്ങളിൽ അവര് പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പോയിരുന്നത് പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയിലെ വിളക്കിന്റെ മുന്നിലേക്കായിരുന്നു, വിളക്കത്തിരിക്കാൻ പോയിരുന്നു. പിൽക്കാലത്ത് 150 വർഷം മുമ്പ് ആരംഭിച്ച ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറയുന്ന വേലൂരിലെ അറബിക് കോളേജിലേക്കായിരുന്നു നമ്മുടെ പണ്ഡിതന്മാർ, AP ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളൊക്കെ അവിടെ നിന്ന് ബാക്കവി ബിരുദമെടുത്ത ആളുകളാണ്. കേരളത്തിലെ പഴയകാലത്തെ സമസ്തയുടെ നേതാക്കളൊക്കെ മഹാഭൂരിപക്ഷവും ബാക്കിയാത്തിന്റെ സന്തതികളാണ്. അതുകൊണ്ട് തന്നെ ഇടക്കാലത്ത് ബാക്കിയാത്ത് എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഉന്നത മതകലാലയങ്ങളിൽ ഒന്നായ വലിയ കറാമത്തുള്ള മഹാനായ ആയില ഹസ്രത്ത് സ്ഥാപിച്ച ബാക്കിയാത്ത് സ്വാലിഹാത്തിന്റെ 150-ാം വാർഷികവും സനദ് ദാന സമ്മേളനവും അടുത്ത ദിവസം വേലൂർ, ചെന്നൈക്കടുത്തുള്ള വേലൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. സഹോദരന്മാരെ, ആ ബാക്കിയാത്ത് സ്വാലിഹാത്തിന്റെ സമ്മേളനത്തിൽ ഉസ്താദ് പ്രസംഗിച്ചത് എന്തിനെക്കുറിച്ചാണ്? മുസ്ലിം സമുദായത്തിലെ ആലിമ്യങ്ങൾക്കെതിരെയുള്ള ഇടയിലുള്ള ഐക്യത്തെക്കുറിച്ചായിരുന്നു, യോജിപ്പിനെ കുറിച്ചായിരുന്നു. സത്യത്തിൽ അവിടെ ഉസ്താദ് പ്രസംഗിക്കേണ്ടത് അതായിരുന്നോ? ഇല്ല. കാരണം ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്ന അറബിക് കോളേജിന്റെ സെക്രട്ടറിക്ക് കേരളത്തിൽ നിന്ന് തുരുതുരാ ഫോണിന്റെ പ്രവാഹമായിരുന്നു. ഫോണിന്റെ മാത്രം പ്രവാഹമല്ല, ഉസ്താദിനെതിരെ നിരവധി ഫയലുകളാണ് വേലൂരിലെ ബാക്കിയാത്ത് സ്വാലിഹാത്തിന്റെ അറബിക് കോളേജിന്റെ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിലെ ചില വിവരമില്ലാത്ത ആളുകൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു സഹോദരന്മാരെ? ഒന്നും സംഭവിച്ചില്ല. ആ ബാക്കിയാത്ത് സ്വാലിഹാത്ത് സ്ഥാപിച്ച മഹാരഥന്മാരായ, വളരെ സാത്വികരായ, ആരിഫീങ്ങളായ, ഔലിയാക്കളായ മഹാരഥന്മാരായ അവരുടെ ആ മൺമറഞ്ഞുപോയ നേതാക്കളുടെ കറാമത്ത് എന്ന നിലക്ക് വളരെ പ്രൗഢമായി, വളരെ ഉജ്ജ്വലമായി ബാക്കിയാത്തിന്റെ അങ്കണത്തിൽ കാന്തപുരം ഉസ്താദിന്റെ അധ്യക്ഷതയിൽ തന്നെ ആ ബാക്കിയാത്തിൽ സമ്മേളനം നടക്കുകയുണ്ടായി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോഴും ചില ആളുകൾ അപ്പുറത്തൊരു സമാന്തര സമ്മേളനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന് നമ്മളാരും മറന്നു പോവണ്ട. ഈ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ എല്ലാ ഗ്രൂപ്പിലെയും പണ്ഡിതന്മാരെ വിളിച്ചിരുന്നു. സമാന്തര സമ്മേളനമുണ്ടാക്കി അപഹാസ്യരാവുന്ന കാഴ്ച വളരെ ദയനീയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം നമ്മളാരും മറന്നുപോകരുത്. മദ്രസകൾ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പള്ളി ദർസുകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പഠിക്കാൻ താല്പര്യമുള്ള സമൂഹം കുറഞ്ഞു വരുന്നു എന്നത് ഒരു സത്യമാണ്. വിദ്യാഭ്യാസ താല്പര്യമുള്ള രക്ഷിതാക്കളുണ്ട് എന്നത് ശരിയാണ്. ആത്മാർത്ഥമായി യഥാർത്ഥ വിദ്യാർത്ഥികൾ സംസ്കാരമുള്ള, മതബോധമുള്ള, അത് ധാർമ്മിക ബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള, ആത്മീയ ബോധമുള്ള തലമുറ കുറഞ്ഞു വരുന്നു എന്നത് ആശങ്കയോടുകൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു നാട്ടിലെ ധാരാളം കാരണവന്മാരുണ്ടാവും. നമ്മുടെ നാട്ടിലും ധാരാളം കാരണവന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ കാരണവന്മാരൊക്കെ നാട് നീങ്ങും. ഈ കാരണവന്മാരൊക്കെ സഹോദരന്മാരെ സമയമാകുമ്പോൾ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കും. രാജ്യത്തിന്റെ ഓരോ രാജ്യത്തെയും പ്രായമുള്ള ഭരണാധികാരികളും പ്രതിഭാധരന്മാരായ പണ്ഡിതന്മാരും ഓരോ ഗ്രാമത്തിലെയും പ്രായമുള്ള കാരണവന്മാരുമൊക്കെ അവരുടെ സമയമാകുമ്പോൾ അവരിങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ പ്രായമുള്ളവർ അവരുടെ ജീവിതം അസ്തമിച്ച് അവർ പോയാലും ഓരോ നാടിന്റെയും സമുദായത്തിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ എന്താണ്? ആ പ്രതീക്ഷ നമ്മുടെ മക്കളാണ്. നാം ആരും മറന്നു പോവണ്ട. നമ്മൾ അധ്വാനിക്കുന്നത്, നാം കഷ്ടപ്പെടുന്നത്, നമ്മുടെ സൗന്ദര്യം ബലികഴിച്ചത്, നമ്മുടെ ആരോഗ്യം ബലികഴിക്കുന്നത്, നമ്മുടെ അധ്വാനം മുഴുവനും ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. കാരണം നമ്മളുടെ കാലം കഴിഞ്ഞാലും ഒരു തലമുറയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നത്. ഒരു ഗ്രാമത്തിലെ പ്രായമുള്ളവർ പ്രതീക്ഷയെ നോക്കിക്കാണുന്നത് ആ പ്രദേശത്തെ കൗമാരപ്രായക്കാരെയും യുവാക്കളെയുമാണ്. ഒരു മദ്രസ സ്ഥാപിക്കുമ്പോൾ കാരണവന്മാരുടെയും പ്രായമുള്ളവരുടെയും ലക്ഷ്യമെന്താണ്? വളർന്നുവരുന്ന തലമുറ നമുക്ക് ശേഷം ഈ നാട്ടിൽ അഭിമാനത്തോട് അന്തസ്സോടുകൂടെ ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലെ മുസ്ലിമീങ്ങൾ അഭിമാനമുള്ളവരാണെന്നൊക്കെ പറയുമ്പോഴും കാലഘട്ടത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമായുള്ള അപജയം നമ്മുടെ ഗ്രാമങ്ങളിലേക്കും തീർച്ചയായും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ആരും മറന്നുപോവണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വന്തം മക്കളുടെ ഭാവി, സ്വന്തം മക്കളിലുള്ള പ്രതീക്ഷ അസ്തമിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിന്റെയും സമൂഹത്തിന്റെയും സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. രക്ഷിതാക്കൾക്ക് സ്വകാര്യമായും പരസ്യമായും പങ്കുവെക്കാനുള്ളത് സ്വന്തം മക്കളെക്കുറിച്ച്, നാട്ടിലെ ചെറുപ്പക്കാരെക്കുറിച്ച്, നാട്ടിലെ യുവാക്കളെക്കുറിച്ച്, നാട്ടിലെ കൗമാരപ്രായക്കാരെക്കുറിച്ചുള്ള ആശങ്കകൾ മാത്രമാണ്. എന്താ കാരണോ? അതിന് ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് കേരളത്തിൽ ഒരു മലയാള പത്രം ഒരു ഫീച്ചർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ സ്റ്റേജിൽ മതപണ്ഡിതന്മാരുണ്ടാകും, ഈ സദസ്സിൽ മതപണ്ഡിതന്മാരുണ്ടാകും, മതബോധമുള്ള കാരണവന്മാരുണ്ടാകും, മതബോധമുള്ള രക്ഷിതാക്കളുണ്ടാവും. പക്ഷേ നമുക്ക് പോലും ആശങ്ക നൽകുന്ന ചില വാർത്തകളാണ്, നമ്മെപ്പോലും പേടിപ്പെടുത്തുന്ന ചില വാർത്തകളാണ് നമ്മുടെ പത്രങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സഹോദരന്മാരെ മലയാള പത്രത്തിൽ വന്ന ഫീച്ചർ എന്നറിയോ? കേരളത്തിലെ ജയിലുകൾ കുട്ടിക്കള്ളന്മാരെ കൊണ്ടും ക്രിമിനലുകളെ കൊണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ആയിരക്കണക്കിന് 14 വയസ്സുള്ള, 15 വയസ്സുള്ള, 16 വയസ്സുള്ള, 18 വയസ്സുള്ള കൊലപാതകത്തിലും കവർച്ചയിലും ബലാത്സംഗത്തിലും അതുപോലത്ത വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രായപൂർത്തിയെത്തിയവരും എത്താത്തവരുമായ കുട്ടിക്കള്ളന്മാരെ കൊണ്ട് കേരളത്തിലെ ജയിലുകൾ നിറയുന്നു എന്ന വാർത്ത വളരെ ഭീതിയോടുകൂടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് മദ്രസയുടെ പ്രാധാന്യം, അവിടെയാണ് ആത്മീയ ബോധവും വിവരവും നൽകുന്ന, വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുടെ പ്രാധാന്യം. ഇന്നലെ ഒരു ചാനലിലെ വാർത്ത കാണാനിടയായപ്പോൾ, ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്തയാണല്ലോ സഹോദരന്മാരെ, വളരെ സൗകര്യമുള്ള ഒരു വീട്, ആ വീടിന്റെ പരിസരത്തൊരു വിറകുപെര, ആ വിറകുപെരയിൽ ഒരു അമ്മ, 90 വയസ്സായ അമ്മ പുഴുവരിച്ച് കിടക്കുകയാണ്. ഇത് കേരളത്തിലെ അവസ്ഥയാണ്. ഇങ്ങനത്തെ വീടാണ്. വളരെ സൗകര്യമുള്ള 2 നില കെട്ടിടമുള്ള മകളും മരുമകളും താമസിക്കുന്ന വീടിന്റെ ഓരത്ത് അതേ വീട്ടുകാരന്റെ അമ്മ, 90 വയസ്സുള്ള അമ്മ, മുറിവുകളിൽ പുഴുവരിച്ച് വൃത്തികേടായി നഗ്നയായി കിടക്കുന്ന രംഗം പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും കണ്ടെത്തിയിട്ട് അവിടെ ഇന്നലെ ആളുകളെത്തിയ പെണ്ണിനെ മോചിപ്പിക്കുന്ന രംഗം വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിച്ചു. സഹോദര, ഇത് പഴയ കാലങ്ങളിൽ ഒറ്റപ്പെട്ട വാർത്തയായിരുന്നെങ്കിൽ ഇതിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
മുസ്ലിം സമുദായത്തിലേക്ക് പോലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വാപ്പാക്കും ഉമ്മാക്കും ഒരു പരിഗണനയും കൊടുക്കാത്ത, വാപ്പയെയും ഉമ്മയെയും അംഗീകരിക്കാത്ത, വാപ്പക്കും ഉമ്മക്കും ഒരു സ്ഥാനവും കൊടുക്കാത്ത മക്കള് വളർന്നു വരുന്ന പുതിയ കാലത്ത് നമ്മുടെ നാട്ടിലെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് മതബോധമുള്ള, മതവിദ്യാഭ്യാസമുള്ള, ആത്മീയ ബോധമുള്ള, ചിന്തയുള്ള മക്കളെ വളർത്തിയെടുക്കുവാൻ വിവിധ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ മക്കളിൽ പോലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താ? ഈ വരുന്ന 31-ാം തീയതി ന്യൂ ഇയർ ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരും കൗമാരപ്രായക്കാരും. ഡിസംബർ 31-ാം തീയതിയുടെ അർദ്ധരാത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും മലബാറിലെയും കേരളത്തിലെയും ഓരോ ഗ്രാമത്തിലെയും അനേകായിരം വരുന്ന കൗമാരപ്രായക്കാരും യുവാക്കളും കുട്ടികളും എന്താണ്? ഒരു പുതുവത്സരത്തിന്റെ രാവിനെ വരവേൽക്കുകയാണ്. 2013 അവസാന നിമിഷം കടന്നുപോകുന്ന അർദ്ധരാത്രി സമയം, 2014 ആദ്യ മിനിറ്റ് കടന്നു വരുന്ന വർഷത്തിന്റെ ആദ്യ നിമിഷം, ഈ രണ്ട് സമയത്തെയും കാത്തിരുന്ന് ആഘോഷപൂർവ്വം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം മഹല്ല് കാരണവന്മാർക്കുണ്ടാവണം, നാട്ടിലെ കാരണവന്മാർക്കുണ്ടാവണം. ഈ ഗ്രാമത്തിലും പരിസരങ്ങളിലുള്ള ക്ലബ്ബുകൾ ആവശ്യമാണെങ്കിൽ ആ ക്ലബിന് നേതൃത്വം നൽകുന്ന ആളുകളെ ചിന്തിക്കണം. എന്തുകൊണ്ട് സഹോദരന്മാരെ, ഒരു ഒറ്റ പുതുവത്സര രാത്രി കൊണ്ട് കേരളത്തിന് ലഭിക്കുന്ന നഷ്ടമെന്താണെന്നറിയോ? നാം ചിന്തിക്കുക, 10,000-കണക്കിന് അനേകം പുതിയ കുടിയന്മാരെ കേരളത്തിന് സമർപ്പിക്കുന്നു എന്നതാണ്. ഡിസംബർ 31 അർദ്ധരാത്രി സമയം അനേകം കുടിയന്മാരുടെ ഫസ്റ്റ് നൈറ്റാണ്, അനേകം കുടിയന്മാരുടെ ബർത്ത് നൈറ്റാണ്. അനേകം കുടിയന്മാർ കേരളത്തിൽ 13, 14, 15, 16, 17 വയസ്സുള്ള മുസ്ലിങ്ങളടക്കമുള്ള അനേകം കുടിയന്മാർ പിടവിയെടുക്കുന്ന അർദ്ധരാത്രിയാണ് ഈ വരുന്ന ചൊവ്വാഴ്ചയിൽ അർദ്ധരാത്രി സമയം. കേവലം കുടി മാത്രമല്ല, ഒരു മനുഷ്യനിക്ക്, ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക്, ഒരു സംസ്കാരമുള്ളവനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ അരുതായ്മകളുണ്ടോ ആ അരുതായ്മകൾ ജീവിതത്തിൽ ആദ്യമായി ആരംഭം കുറിക്കുന്ന, ഹരിശ്രീ കുറിക്കുന്ന രാത്രിയാണ്, രാവാണ് 31-ാം തീയതി. ഞാനിതിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ 31-ാം തീയതി രാത്രി എന്റെയും നിങ്ങളുടെയും മക്കൾ എവിടെയാണ് എന്ന് ആത്മപരിശോധന നടത്തിയിട്ട് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി വെള്ളത്തിലാണ് എന്ന് SSFന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 31 കേരളത്തിലെ മുഴുവൻ ഡിവിഷൻ തലങ്ങളിലും ആഭാസങ്ങൾക്കെതിരെ, ആഘോഷങ്ങളുടെ ആഭാസങ്ങൾക്കെതിരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രതിഷേധ ജ്വാല തീർക്കുകയാണ് SSFന്റെ കർമ്മധീര പ്രവർത്തകന്മാർ. മലപ്പുറം ജില്ലയിൽ 14 കേന്ദ്രങ്ങളിൽ വളരെ വിപുലമായി നടത്തപ്പെടാൻ പോകുന്നു. കേരളത്തിലെ മുഴുവൻ ഡിവിഷനുകളിലും ഇത് SSFകാര് മാത്രം നിർവഹിക്കേണ്ട കാര്യമല്ല. ഡിസംബർ 31-ാം തീയതി പുതുവത്സരാഘോഷത്തിന്റെ രാത്രിയെ നല്ല വഴിക്ക് ജനങ്ങളുടെ മനസ്സിനെയും യുവാക്കളെയും തിരിച്ചുവിടാനുള്ള നല്ല നീക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം, നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കും. നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദര, പുതുവത്സരം ആഘോഷിക്കുവാൻ തീർച്ചയായും അവകാശമുണ്ട്, യാതൊരു തർക്കവുമില്ല. ഇസ്ലാം അതിന് വലിയ പരിഗണന കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിന്റെ പുതുവത്സരത്തിന് മാത്രമല്ല, ഓരോ ദിവസത്തിന്റെയും പ്രഭാതം, ഓരോ ദിവസത്തിന്റെയും പുലരി, അതിന് വലിയ പരിഗണന ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. പുലരിയിൽ ഉറങ്ങരുത്, അത് ആഘോഷിക്കാനുള്ളതാണ്. നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആഘോഷിക്കാൻ പറഞ്ഞ മതമാണ് ഇസ്ലാം. ഇസ്ലാം ഹിജറ മാസത്തിന്റെ പുതുവത്സര മാസമാകുന്ന മുഹറം ആഘോഷിക്കുന്നത് ഒരു ദിവസമല്ല, ഒരു രാത്രിയല്ല, ഒരു 2 ദിവസമല്ല, 10 ദിവസമാണ് വർഷത്തിന്റെ പുതുവത്സരം ആഘോഷിക്കുന്നത്. മുഹറം 1 തുടങ്ങുന്ന ആഘോഷം ആശുറായിലെ ആത്മീയ സംഗമങ്ങളിലൂടെയും അതുപോലെ തന്നെ നോമ്പടക്കമുള്ള ആരാധനകർമ്മങ്ങളിലൂടെയും പുതുവത്സരം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് സമാപനമാവാറുണ്ട്. വർഷത്തിന്റെ ആരംഭത്തിന് വലിയ പരിഗണന കൊടുത്തിട്ടുണ്ട് ഇസ്ലാം. ചിന്തിക്കുന്നവർക്ക് പരിഗണന കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു, സമൂഹത്തിൽ എന്തൊക്കെ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു, എന്തൊക്കെ കൂട്ടക്കുരുതികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു.
എന്തൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എത്രയെത്ര ആരോഗ്യവന്മാരായ ചെറുപ്പക്കാർ, കഴിഞ്ഞ പുതുവത്സരം ആഘോഷിച്ച ചെറുപ്പക്കാർ 2-3 മാസം പിന്നിട്ടപ്പോൾ ബ്ലഡ് ക്യാൻസർ എന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുപോയി. അനേകം യുവാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2013 ആഘോഷിച്ച അനേകം യുവാക്കൾ ഇന്ന് ഈ പുതുവത്സരം വരുമ്പോഴേക്കും കിഡ്നി രോഗബാധിതരായി കിടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ പുതുവത്സരത്തിന് 2 കാലുകൊണ്ട് ആഘോഷിച്ചവരെ പല ചെറുപ്പക്കാരും ഇന്ന് വികലാംഗരായി മാറിയിട്ടുണ്ട്. നാം ഇവിടെ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, ചില കുടുംബങ്ങൾ റോട്ടിൽ ഒന്നിച്ച് ചതഞ്ഞെറിഞ്ഞ് മരിച്ച അനുഭവം ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് 2013 ജനുവരി മുതൽ 13 ഡിസംബർ അവസാനിക്കുമ്പോ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ മുഅ്മിനായ മനുഷ്യനിക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ട് സന്തോഷത്തോടു കൂടെ ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ അവസരമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും വിശുദ്ധ ഇസ്ലാമും ലോകത്തോട് പറയുന്നത്. പക്ഷേ കാരണം ഇതുപോലത്തെ ദുരന്തമുഖത്ത് നിന്ന്, രോഗാതുരമായ സാഹചര്യത്തിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് രക്ഷ നൽകി ആയുസ് നീട്ടിത്തന്ന പടച്ച തമ്പുരാനെ ശുക്റുള്ളൊരു മനസ്സോടുകൂടെ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞല്ലോ, അൽ കയ്യിസു, ആരാണ് ബുദ്ധിജീവി? ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? വിചാരമുള്ള മനുഷ്യൻ ആരാണ്? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ജീവിതത്തെയും സ്വന്തം ശരീരത്തെയും സ്വന്തം സാഹചര്യങ്ങളെയും പിന്നിട്ട കാലങ്ങളെയും ആത്മവിചിന്തനം നടത്തി, വിചാരണ നടത്തി, സ്വയം വിമർശിച്ചുകൊണ്ട് സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവനാണ് ബുദ്ധിജീവിയെന്ന്. എന്നിട്ട് നാളേക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യനെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശുക്ർ ചെയ്യാൻ വകുപ്പുണ്ട്, സന്തോഷിക്കാൻ വകുപ്പുണ്ട്. എന്നാൽ സന്തോഷിക്കാൻ വകുപ്പുള്ളതിനേക്കാളും ആഖിറത്തെക്കുറിച്ച് ബോധമുള്ളൊരു മുസ്ലിമിന് ഒരു പുതിയ വർഷം കടന്നു വരുമ്പോ വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, കണ്ണീരൊഴിക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്. അതെന്താണ് സഹോദരന്മാരെ? രോഗമില്ലാതെ, വിപത്തുകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, അനാരോഗ്യമില്ലാതെ, ഒരു കാര്യമായ അസുഖം പോലുമില്ലാതെ ഒരു വർഷം പിന്നിട്ടപ്പോൾ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് ചിന്തിക്കണ്ടേ? നന്മ ചെയ്യാൻ നമുക്ക് സാധിച്ചോ എന്ന് ചിന്തിക്കണ്ടേ? നല്ല വല്ല കാര്യവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിക്കുമ്പോ പുതുവത്സരം ദുഃഖത്തോടുകൂടെ, വേദനയോടുകൂടെ, കണ്ണുനീരോടുകൂടെ, വികാരത്തോടുകൂടെ, വളരെ വികാരനിർഭരമായ ഹൃദയത്തോടുകൂടെ മാത്രമേ വരുന്ന ഒരു വർഷത്തെ നമുക്ക് വരവേൽക്കാൻ പറ്റുകയുള്ളൂ. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വെള്ളിയാഴ്ചയായിരുന്നല്ലോ സഹോദര, നമ്മുടെ സ്നേഹിതൻ SSFന്റെ യൂണിവേഴ്സിറ്റി ഡിവിഷന്റെ വൈസ് പ്രസിഡന്റ് മഹാനായ സുലൈമാൻ ഉസ്താദിന്റെ മകൻ, പൊന്മള ഉസ്താദിന്റെ മരുമകൻ അബ്ദുറഹ്മാൻ അഹ്സനി അൽ കാമിൽ സക്കാഫിയായ ചെറുപ്പക്കാരൻ വെള്ളിയാഴ്ച ജുമാക്ക് കുളിച്ചൊരുങ്ങി നിൽക്കുമ്പോഴാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കുമാറാവട്ടെ. ഞാൻ ഈ മരണവാർത്ത ഇവിടെ ഓർക്കുന്നത് ഒന്ന് അഹ്സനിക്ക് ദുആ ചെയ്യുവാൻ വേണ്ടിയാണ്. മറ്റൊന്ന് ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇബറത്തുള്ള മരണമാണ്, അസൂയപ്പെടുത്തുന്ന മരണമാണ്. അങ്ങനത്തെ ഒരു മരണം കൊതിക്കാത്ത ആളുകൾ അപൂർവമാണ്. തന്റെ ഭാര്യ വിധവയായതിൽ വിഷമമുണ്ട്. അള്ളാഹു ആ സഹോദരിക്ക് സന്തോഷം നൽകുമാറാവട്ടെ, 2 ലോകത്തും ഖൈർ പകരം നൽകുമാറാവട്ടെ. ബിശ്ർ എന്ന തന്റെ മകനെ അള്ളാഹു ഖറവിയായ ആലിമീങ്ങളിലും പണ്ഡിതന്മാരിലും പെടുത്തുമാറാവട്ടെ. സഹോദര, തലേ ദിവസം യൂണിവേഴ്സിറ്റി ഡിവിഷന്റെ ക്യാമ്പിൽ, സുഫയിൽ ഡിവിഷന്റെ ക്യാമ്പിൽ 1.5 മണിക്കൂർ സമയം ലോക ചരിത്രത്തിലെ, മുസ്ലിം ചരിത്രത്തിലെ വിപ്ലവകാരികളിൽ ഒരാളായ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ളയുടെ ചരിത്രാവിഷ്കാരമുള്ള ക്ലാസ് കേട്ട്, തന്റെ സ്നേഹിതന്മാരോട് സ്നേഹം പങ്കിട്ട്, ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ പങ്കുവെച്ച്, സംഘടനയുടെ പ്രതീക്ഷകൾ പങ്കുവെച്ച്, അന്ന് വ്യാഴാഴ്ച പകല് തന്റെ കുട്ടിയെ പോയി വാത്സല്യത്തോടെ താലോലിച്ച് വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി കുളിച്ചൊരുങ്ങി നിന്ന് ജുമാക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി മനസ്സൊരുങ്ങി നിൽക്കുന്ന സമയത്ത് റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അർശിന്റെ തണൽ കൊടുക്കുമാറാവട്ടെ. ഒരു മരണത്തിന്റെ സാഹചര്യം ഇതാണെങ്കിൽ 3 ദിവസം മുമ്പുള്ള മറ്റൊരു മരണം കൂടെ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അതും നമുക്കൊരു ഇബറത്താണ്. എന്താ സഹോദര? ഒരു കുടിയനായ മുസ്ലിം ചെറുപ്പക്കാരൻ,
പലപ്പോഴും ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ പലപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട്. പുതുവത്സര ദിനമടക്കമുള്ള, കല്യാണ രാവുകളടക്കമുള്ള, ടൂറുകളടക്കമുള്ള, പെരുന്നാൾ രാവുകളടക്കമുള്ള, ആഘോഷ രാവുകളടക്കമുള്ള ദുർബല നിമിഷങ്ങൾ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി, ആർക്കോ വേണ്ടി ഒരു മില്ലി കുടിച്ചു തുടങ്ങുന്ന ഒരു കള്ളുകുടിയന്റെ പതനവും പരിണിതിയും അവസാന ഘട്ടവും എന്താകുമെന്ന ഒരു മുസ്ലിമിന് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കാൻ പറ്റിയ ഒരു മരണവാർത്തയാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. എന്താ സഹോദര, തലേ ദിവസം ഭാര്യ പൊതിരെ തല്ലുകയാണ് ഈ ചെറുപ്പക്കാരന്. മദ്യപാനിയുടെ വീട്ടിലെ സ്ഥിരം അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഭാര്യയിൽ നിന്ന് പൊതിരെ തല്ല് കിട്ടുന്ന ഈ ചെറുപ്പക്കാരൻ 2 ദിവസം കഴിഞ്ഞ് ചില അസ്വസ്ഥതകൾ കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ രക്തം ഛർദ്ദിക്കുന്നുണ്ട്. രക്തം ഛർദ്ദിച്ച് തീർന്നപ്പം പിന്നെ മാംസം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാർ പറഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ വയറ്റിൽ ഛർദ്ദിക്കാനൊന്നും ബാക്കിയില്ല, ബാക്കിയൊന്നുമില്ല. കാരണം അതിരാവിലെ അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കയറിയാലും അദ്ദേഹം വെള്ളത്തിലായിരിക്കും, നട്ടുച്ചക്ക് കയറിയാലും വെള്ളത്തിലായിരിക്കും, വൈകുന്നേരവും ഓട്ടോയിൽ കയറുമ്പോൾ അദ്ദേഹം വെള്ളത്തിലായിരിക്കും. കുടിച്ചു കുടിച്ച് തന്റെ വയറ്റിലുള്ളത് മുഴുവനും കരിഞ്ഞില്ലാതെയായി രക്തവും മാംസവും ഛർദ്ദിച്ച് മരണപ്പെടുന്നൊരു ദയനീയമായ സാഹചര്യം ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ അനുഭവം ഇതാണെങ്കിൽ, മറ്റൊരു ചെറുപ്പക്കാരന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ 2 വൈരുദ്ധ്യമുള്ള മരണവാർത്തയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമുദായം ിക്കുന്ന ഏറ്റവും വലിയാത്ത, കാരണവന്മാർക്കും ജ്യേഷ്ഠന്മാർക്കും നിയന്ത്രണമില്ലാത്ത, സ്നേഹിതന്മാരെ ദൈവമായി കാണുന്ന, സുഹൃത്തിനെ ദൈവമായി കാണുന്ന, സുഹൃത്തിനെ ഖുർആനായി കാണുന്ന, സുഹൃത്തിനെ മതമായി കാണുന്ന പരിധി വിട്ട ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ കൂട്ടുകാരിൽ വളർന്നു വരുന്നുവെങ്കിൽ സഹോദരന്മാരെ, ഇവിടെയാണ് നമ്മുടെ മക്കളെ തിരുത്തുന്ന, നമ്മുടെ മക്കളെ നിസ്കരിപ്പിക്കുന്ന, നമ്മുടെ മക്കളെ കുടിക്കാൻ പോകുന്നിടത്തു നിന്ന് കൈപിടിച്ചു വലിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, വ്യഭിചാരത്തിലേക്ക് വഴിതെറ്റുമ്പോ നമ്മുടെ മക്കളെ കൈപിടിച്ചുകൊണ്ട് അരുതെന്ന് പറയാൻ ധൈര്യം കാട്ടുന്ന നല്ല സ്നേഹിതന്മാരെ കൂട്ടായ്മ നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ അനിയന്മാർക്ക് വേണം, നമ്മുടെ നാട്ടിലെ കൗമാരപ്രായക്കാർക്ക് വേണം, യുവാക്കൾക്ക് വേണം. അതിനുള്ള വഴി എന്താണ്? SSF എന്ന് പറയുന്ന 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ സജീവമായി ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും കുട്ടികളുടെ സംസ്കരണത്തിന് വേണ്ടി ഡിവിഷൻ തലങ്ങളിലും സെക്ടർ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും ഗ്രാമങ്ങളിലും ക്യാമ്പസുകളിലും വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന SSFന്റെ സജീവ പ്രവർത്തകന്മാരാക്കി മാറ്റാൻ, നമ്മുടെ മക്കളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. യുവാക്കളെ മുഴുവനും സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ SSFും 5 പതിറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘം മിഷൻ 2014 എന്ന പേരില് കേരളത്തിൽ എല്ലാവരെയും അതിശയപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായ സേവന പ്രവർത്തന സന്നദ്ധരായ, ആർക്കു വേണ്ടിയും കഷ്ടപ്പെടാനും അധ്വാനിക്കാനും സമയം ചെലവഴിക്കാനും വേദനിക്കുന്ന രോഗിയുടെ വേദന അകറ്റുവാനും വേദനിക്കുന്ന രോഗിയോടൊപ്പം നിൽക്കുന്ന കുടുംബത്തിന് ആശ്വാസം പകരാനും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് സ്നേഹത്തോടുകൂടെ തലോടാൻ ഒരു രോഗിക്കൊരാളെ ആവശ്യമുണ്ട് എന്ന് കാത്തിരിക്കുന്ന സമയത്ത് അവരിലേക്ക് ചെന്നവരെ തലോടാനും സന്നദ്ധരായ ആയിരക്കണക്കിന് സാന്ത്വനം വളണ്ടിയർമാരെയാണ് സുന്നി യുവജന സംഘം ഓരോ താലൂക്ക് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഓരോ ദിവസവും പുറത്തിറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മിഷൻ 2014 അത് കേരളത്തിലെ യുവജന സംഘടനകൾക്ക് മാതൃകയാകുന്ന ഒരു പുതിയ വിപ്ലവത്തിന്, ഒരു പുതിയ മാറ്റത്തിന്, ഒരു പുതിയ മുന്നേറ്റത്തിന് വിശുദ്ധ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ എന്ന, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യണം, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം, അവർക്ക് സേവനം ചെയ്യണം. മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയുണ്ടായി,
അഹ്സിൻ കമാ അഹ്സനല്ലാഹ്, അള്ളാഹു നന്മ ചെയ്യുന്നത് പോലെ ജനങ്ങൾക്ക് മതവും ജാതിയും അതുപോലെ നാടും ദേശവും ഒന്നും നോക്കാതെ ആളുകൾക്ക് നന്മ ചെയ്യണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനത്തെ സമൂഹത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ആരും ചെയ്യാത്തൊരു വലിയ ദൗത്യമാണ് സുന്നി യുവജന സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. പലവരും വിമർശനവുമായി നാടുനീളെ സഞ്ചരിക്കുമ്പോ, ആരോപണങ്ങളുമായി നാടുനീളെ സഞ്ചരിക്കുമ്പോ, ബുദ്ധിയുള്ള, വിവരമുള്ള, സമയത്തിന് വിലയുള്ള, ആയുസ്സിൻ ക്ഷണികമായ നൈമിഷികമായ ആയുസ്സിലെ ഓരോ നിമിഷങ്ങൾക്കും പൊന്നു വില കൊടുക്കുന്ന SSF-കാരെ, SYS-കാരെ, SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ, സഹകരിക്കുന്നവരെ, നമുക്ക് പലതും ചെയ്യാനില്ലേ ഈ സമൂഹത്തിൽ? നമുക്ക് പലതും നിർവഹിക്കാനില്ലേ ഈ സമൂഹത്തിൽ? പട്ടിണി കിടക്കുന്നവർ മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഉള്ളത്, കേരളക്കരയിലുമുണ്ട്, നമ്മുടെ ഓരോ മഹല്ലുകളിലുമുണ്ട്. പട്ടിണി കിടന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ട് അത് ജനങ്ങൾ അറിയാതെ അടക്കിപ്പിടിച്ച് വീടിന്റെ അകത്തളങ്ങളിൽ ആരുടെ മുന്നിലും ദാരിദ്ര്യം പ്രകടിപ്പിക്കാതെ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളെ കണ്ടെത്താൻ നമ്മൾ സമയം കണ്ടെത്തുക. സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച മാതൃക അതാണ്. രോഗികളായ ആളുകൾ, അനാഥകളായ രോഗികൾ, മക്കളെ പോലും രോഗികളായ ഉമ്മമാർക്ക് സംരക്ഷണം നൽകാത്ത കാലം, അതുപോലെ മക്കൾക്ക് സംരക്ഷണം നൽകാത്ത അമ്മമാരും ഉമ്മമാരുമുള്ള കാലം, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും എന്തിനേയും കുടുംബത്തെയും ബലികഴിക്കുന്ന കാലം, ഈ കാലത്ത് സേവന സന്നദ്ധരായ, ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി, പരലോകത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന നല്ല ഒരു സമൂഹത്തെ സമർപ്പിച്ചുകൊണ്ടാണ് സുന്നി യുവജന സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൂറുകണക്കിന് സാന്ത്വനം വളണ്ടിയർമാരാണ്, സഹായിയുടെ വളണ്ടിയർമാരാണ്. എന്താണ് അവർക്ക് പണിയെന്നറിയോ സഹോദരന്മാരെ? ഒരു മാസത്തിൽ ഒരു ദിവസം അവരവരുടെ ജോലിയും കുടുംബവും എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയോടൊപ്പം നിൽക്കാൻ വേണ്ടി. ഒരാൾ ഒരു മാസത്തിൽ ഒരു ദിവസം എന്റെ ഒരു ദിവസമാണ്, ആ ദിവസം വേറെ ആർക്കും കൊടുക്കൂല. കാരണം അവിടുന്ന് ഓഫീസിൽ നിന്ന് നിർദ്ദേശിക്കുന്ന പാവപ്പെട്ട രോഗിയുടെ അടുത്ത് 24 മണിക്കൂർ ഒരു മകൻ നിർവഹിക്കേണ്ട, ഒരു ഭാര്യ നിർവഹിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പാപ്പ നിർവഹിക്കേണ്ട, ഒരു ജ്യേഷ്ഠൻ നിർവഹിക്കേണ്ട, ഒരു അനുജൻ നിർവഹിക്കേണ്ട രോഗിക്കുള്ള ശുശ്രൂഷ നടത്തുന്നത് SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാരായ സാന്ത്വനം വളണ്ടിയർമാരാണ്. മഞ്ചേരിയിലെ, മലപ്പുറം ജില്ലയിലെ ആതുര സേവന രംഗത്തെ വികസനത്തിന്റെ പ്രതീകമായി കാണുന്ന പുതിയ മെഡിക്കൽ കോളേജിലും യൂണിഫോം അണിഞ്ഞ നൂറുകണക്കിന് SYS-ന്റെ സാന്ത്വനം വളണ്ടിയർമാരുണ്ട്. തിരൂര് താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട്, പെരിന്തൽമണ്ണയിലുണ്ട്, പട്ടാമ്പിയിലുണ്ട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും വിവിധ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് കയറി വരുന്ന പരമദരിദ്രരായ, പാവങ്ങളായ, ആരുമില്ലാത്ത അനാഥകളടക്കമുള്ള രോഗികൾക്ക് സേവനം ചെയ്യാൻ സന്നദ്ധനായ അനേകം യുവാക്കളെ സമൂഹത്തിന് സമർപ്പിച്ച് SYS മുന്നോട്ട് പോവുകയാണ്. തെറി പറയുന്നവർ പറയട്ടെ, നമുക്കിവിടെ പലതും ചെയ്യാനുണ്ട്, നമുക്കിനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഈ നാടിന്റെ പുരോഗതി, ഈ നാടിന്റെ വളർച്ച, ഈ നാടിന്റെ പ്രതാപം, ഈ നാടിന്റെ പാരമ്പര്യം, ഈ നാടിന്റെ സംസ്കാരം, ഈ നാടിന്റെ ആ സംസ്കാരവും പാരമ്പര്യവുമൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഉജ്ജ്വലമാക്കുവാനും തീർച്ചയായും ഭംഗിയുള്ള സൗന്ദര്യമുള്ള നമ്മുടെ ഈ മദ്രസ കെട്ടിടം പുതിയ ബ്ലോക്ക് ശക്തി പകരും. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. നാം എല്ലാവരും ആ സന്ദേശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് സഹോദരന്മാരെ? ഖുർആൻ എന്ന് പറയുന്ന വെളിച്ചം ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ ഇതാ വരുന്ന വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പിറക്കുകയാണ്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും, ആശിക്കീങ്ങളായ മുഴുവൻ മുസ്ലിമീങ്ങളും, അള്ളാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്ന മുഴുവൻ ആളുകളും എല്ലാ വീട്ടിലും നാട്ടിലും മദ്രസകളിലും സംഘടനാ തലങ്ങളിലുമൊക്കെ ആ വസന്തത്തിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആ സ്നേഹത്തിന്റെ, ആ മാനവികതയുടെ സന്ദേശം ലോകത്തിന് പറഞ്ഞുകൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുഹൂർത്തത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.
ആ ഹബീബ് ലോകത്തിന് പകർന്നുകൊടുത്ത എല്ലാ നന്മകൾക്കും ഹബീബിന് പ്രചോദനം, ലോകത്തിന് പ്രചോദനം, മാനവരാശിക്ക് പ്രചോദനം അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനോരം വരുന്ന ആയത്തുകളുടെ ആദ്യാവതരണം നടക്കുന്നത് നിങ്ങൾക്കും എനിക്കുമൊക്കെ സുപരിചിതമായ ആയത്തുകളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് തൗഹീദിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രവാചകത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വാസപരമായ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ ഏറെയും ശബ്ദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്, ഹജ്ജിനെ കുറിച്ചാണ്, ദാനധർമ്മത്തെക്കുറിച്ചാണ്, സേവന പ്രവർത്തനത്തെക്കുറിച്ചാണ്, നോമ്പിനെ സംബന്ധിച്ചാണ്. പക്ഷേ ലോകത്തിന്റെ മനുഷ്യരുടെ ജീവിതത്തിന് സമഗ്രമായി പ്രതിപാദിച്ച വിശുദ്ധ ഇസ്ലാം ലോകത്തിന് നൽകിയ വെളിച്ചമാകുന്ന ഖുർആൻ, ആ ഖുർആനിലെ ആദ്യത്തെ 4 or 5 വചനങ്ങളിൽ നിസ്കാരം പ്രതിപാദിച്ചിട്ടില്ല, ഹജ്ജ് പ്രതിപാദിച്ചിട്ടില്ല, നോമ്പ് പ്രതിപാദിക്കുന്നില്ല, സക്കാത്ത് പ്രതിപാദിക്കുന്നില്ല, മറ്റു കർമ്മങ്ങളെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. വിശ്വാസപരമായ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില് ഖുർആനിലെ ആദ്യമായി ഹിറയിൽ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ വചനങ്ങളിലില്ല. പിന്നെ എന്താണ് ചർച്ച സഹോദരന്മാരെ? അവിടെയാണ് മദ്രസയുടെ പ്രാധാന്യം, അവിടെയാണ് പള്ളികളുടെ പ്രാധാന്യം, പള്ളി ദർസിന്റെ പ്രാധാന്യം, അവിടെയാണ് ദാവാ കോളേജുകളുടെ പ്രാധാന്യം. ഒരു മനുഷ്യരുടെ ജീവിതത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന വിജ്ഞാനങ്ങളുടെ മുഴുവൻ സ്രോതസ്സും സമ്മേളിച്ച വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ വചനം സംസാരിക്കുന്നത് ഇഖ്റ, വായിക്കുക, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക, അറിവില്ലാത്തത് പഠിപ്പിച്ചു തന്ന റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ വചനങ്ങളിൽ എല്ലാം ഖുർആനിന്റെ പ്രതിപാദ്യ വിഷയം വായനയാണ്, അറിവാണ്, വിദ്യാഭ്യാസമാണ്, പേനയാണ്, അധ്യാപനമാണ്, ടീച്ചിങ് ആണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിലേറെ ഇസ്ലാം എന്ന അല്ലാഹുവിന്റെ മതത്തെ മനസ്സിലാക്കാൻ ഇനി എന്ത് നമ്മുടെ മുന്നിൽ വേണം? അല്ലാഹു ദീനിനോട് മഹബത്തുള്ളവർ നമ്മളെ പെടുത്തിത്തെരുമാറാവട്ടെ. ഒരു കാര്യം കൂടെ ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആനിൽ പേനയും കിതാബും വായനയും അധ്യാപനവും പരാമർശിച്ചെടുത്ത് തന്നെയാണ് അല്ലാഹു തആല ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ എന്ന പരാമർശം നടത്തിയത്. ഇന്ദ്രിയത്തുള്ളിയും പേനയും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇന്ദ്രിയത്തുള്ളിയും പുസ്തകവും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇന്ദ്രിയത്തുള്ളിയും പഠനവും തമ്മിൽ എന്ത് ബന്ധമാണ്? ഇന്ദ്രിയത്തുള്ളിയും മദ്രസയും തമ്മിൽ എന്ത് ബന്ധമാണ്? മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം. അഭേദ്യമായ ബന്ധമുണ്ട്. അതെന്താണ് സഹോദര? ലോകത്തെ ഏറ്റവും ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അവന്റെ സൃഷ്ടിപ്പിന്റെ കാലത്തെ ഏറ്റവും നിസ്സാരമായ അവന്റെ സാഹചര്യമാണ് ഇന്ദ്രിയത്തുള്ളി, രക്തപിണ്ഡം, മാംസപിണ്ഡം എന്ന പ്രയോഗത്തിലൂടെ ഖുർആൻ വരച്ചു കാട്ടുന്നത്. ഖുലിഖൽ ഇൻസാനു ദഈഫ. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വളരെ ബലഹീനനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. അതൊരു പരമയാഥാർത്ഥ്യമാണ്. ആടിനെയും നായക്കുഞ്ഞിനെയും പശുങ്കിടാവിനെയും ഓന്തിനെയും പാമ്പിനെയും എറുമ്പിനെയും ലോകത്തെ മനുഷ്യനല്ലാത്ത നാൽക്കാലികളുമല്ലാത്തതുമായ സർവ്വജീവ ജീവജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് ബലഹീനനായിട്ടല്ല, ശക്തരായിട്ടാണ്. അതേ സമയത്ത് ലോകത്ത് ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവി അത് മനുഷ്യനാണ്. അതെന്തുകൊണ്ടാ സഹോദര പറഞ്ഞത്? അതിന് ധാരാളം കാരണങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന കാരണങ്ങളുണ്ട്. വിരിപ്പിലേക്ക് പ്രസവിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞ് മലർന്നു കിടക്കുകയാണ്. മലർന്നു കിടക്കുന്ന നിങ്ങളും ഞാനും, അത് രാജാവായാലും പ്രജയായാലും ശാസ്ത്രജ്ഞനായാലും പണ്ഡിതനായാലും പാമരനായാലും, ലോകത്ത് ഭൂമിയിലേക്ക് ജനിച്ചു വീണ് വിരിപ്പിൽ മലർന്നു കിടക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞ് കമഴ്ന്നു കിടക്കാൻ എത്ര കാലം പിടിക്കും? സ്വന്തമായി കമഴ്ന്നു കിടക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് 3 കാലിൽ ഒന്ന് മുട്ടുകുത്തിയേയാൻ പിന്നെയും എത്ര സമയം പിടിക്കുന്നു? 3 കാലിൽ നടന്ന് ഏഞ്ഞു പോകുന്ന മനുഷ്യൻ അവിടെ നിന്ന് 2 കാലിൽ നടക്കാൻ പിന്നെയും എത്ര സമയം പിടിക്കും? ആ 2 കാലിൽ ശരിക്കും ബാലൻസ് തെറ്റാതെ നടക്കാനും ഓടാനും പിന്നെയും എത്ര വർഷം? സ്വന്തമായി ഇത് മലമാണ്, ഇത് അന്നമാണ്, ഇത് ഡ്രസ്സാണ്, ഇത് മൂത്രമാണ്, ഇത് വിരിപ്പാണ്, ഇത് കട്ടിലയാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യനിക്ക് എത്ര വർഷം വേണ്ടി വന്നു? അതേ സമയത്ത്
ആട്ടിൻകിടാവ് അങ്ങനെയായിരുന്നില്ല. പ്രസവിച്ച പിറ്റേന്ന് ഉടനെ തന്നെ ചാടുന്നു, ഓടുന്നു, തന്റെ ആഹാരം കണ്ടെത്തുന്നു. മുഴുവൻ ജീവജാലങ്ങളും ഇങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ട, കിടന്നിടത്തുനിന്ന് കമഴാൻ പ്രയാസപ്പെട്ട മനുഷ്യൻ, അവിടെ നിന്ന് മുട്ടുകുത്തിയാലാൻ പ്രയാസപ്പെട്ട മനുഷ്യൻ, അന്നവും മലവും തിരിച്ചറിയാൻ കുറെ വർഷം വേണ്ടി വന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ആകാശമെടുത്ത് കയ്യിലെടുത്ത് അമ്മാനമാടാൻ ശ്രമിക്കുന്നത്. ആ മനുഷ്യനാണ് ചൊവ്വായിലേക്ക് പോകാൻ അവസരമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനാണ് സമുദ്രത്തിന്റെ അടിയിലൂടെ റെയിൽപാളവും അതുപോലെ തന്നെ റോഡും ഹൈവേകളും നിർമ്മിച്ചുകൊണ്ട് ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്. ആ മനുഷ്യനാണ് ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധികുംഭങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ലോകം കീഴടക്കുകയാണ്, ആകാശം കീഴടക്കുകയാണ്, കടൽ കീഴടക്കുകയാണ്, പ്രപഞ്ചം കീഴടക്കുകയാണ്. ദൈവത്തെപ്പോഴും നിഷേധിക്കുന്ന തലത്തിലേക്ക്, അഹങ്കരിക്കാമെന്ന തലത്തിലേക്ക് മനുഷ്യൻ വികാസം പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പോലും മനുഷ്യൻ പുരോഗമിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് മനുഷ്യർക്ക് ലഭിച്ചത്? ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ട, ശക്തിയില്ലാതെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആകാശം കീഴടക്കിയത്, ലോകം കീഴടക്കുന്നത് പേന കൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്, പുസ്തകം കൊണ്ടാണ്, പഠനം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്, അധ്യാപനം കൊണ്ടാണ്, യൂണിവേഴ്സിറ്റികളെ കൊണ്ടാണ്, മദ്രസകളെ കൊണ്ടാണ്, പള്ളി ദർസുകളെ കൊണ്ടാണ്. അത് ബോധ്യപ്പെടുത്താനാണ് ഇന്ദ്രിയത്തുള്ളി എന്ന നിസ്സാരമായ, ബലഹീനമായ, നിന്ദ്യമായ, മ്ലേച്ഛമായ, അവഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജനിക്കുന്ന മനുഷ്യൻ ലോകം കീഴടക്കുന്നതിന്റെ മാനദണ്ഡം പേനയും പുസ്തകവുമാണ് എന്ന് വരച്ചു കാട്ടാനാണ്. പേനയും പുസ്തകവും വായനയും അധ്യാപനവും പഠനവും പരാമർശിക്കുന്ന ആദ്യ വചനത്തിൽ ഇത് രണ്ടും കോർത്തിയിണക്കിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ വികാസം, ഈ സമുദായത്തിന്റെ വികാസം, ഈ സമുദായത്തിന്റെ സുവർണ കാലഘട്ടം, ഈ സമുദായത്തിന്റെ പ്രതാപം, ഈ സമുദായത്തിന്റെ ഇസ്സത്ത് അറിവുള്ള, തന്റേടമുള്ള, മതബോധമുള്ള, പുതിയ കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന, കാലത്തിന്റെ മാറ്റങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള, വിചാരമുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെടുമ്പോൾ മാത്രമേ ഒരു നല്ല ജീവസുറ്റ പ്രതാപമുള്ള സമൂഹത്തെ ലോകത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം അതാണ്. പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ മദ്രസകൾ എല്ലാം അത് നടപ്പാക്കി വരുന്നു. അള്ളാഹു അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ജനങ്ങൾക്കും സമൂഹത്തിനും സമുദായത്തിനും ആദർശത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള എല്ലാവിധ തൗഫീക്കും സന്മനസ്സും കഴിവും തന്റേടവും നല്ല ബോധവും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾക്ക് വിടാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.